ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആൽമരം കാണാൻ വേണ്ടിയിട്ടാണ്. അതും 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ആൽമരം. അതേപോലെ തന്നെ ഒരൊറ്റ ആൽമരം 3 ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് 3 ഏക്കർ സ്ഥലത്തിൽ ഒരു ആൽമരമാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് വലിയ ആൽമരമാണ്. എന്നിട്ട് പോലും ഈ ആൽമരം ഇന്ത്യയിലെ 6ാം സ്ഥാനക്കാരനാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ ആൽമരത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അകത്ത് പോയി കാണാം. ഇതിൻ്റെ ടൈമിംഗ് വരുന്നതെന്ന് വെച്ചാൽ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5:30 വരെയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ കേത്തോള്ളി എന്ന് പറഞ്ഞ വില്ലേജിലാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് കയറാൻ പ്രത്യേകിച്ച് ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, എൻട്രൻസ് ഫീസൊന്നും ഇല്ല. പിന്നെ ഇവിടെ വരാനായിട്ട് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് നമുക്ക് മാഗടി റോഡിൽ നിന്നും ഇവിടെ വരാം, അതേപോലെ തന്നെ മൈസൂർ റോഡിൽ നിന്നും വരാം. ശരിക്കും ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന്, അതായത് മജസ്റ്റിക്കിൽ നിന്ന് നമുക്ക് 24 കിലോമീറ്റർ ആണ് ഇവിടെ വരാനായിട്ടുള്ളത്. അതേപോലെ തന്നെ മൈസൂർ റോഡിൽ നിന്നാണെങ്കിൽ 8 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ മാഗടി റോഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് 15 കിലോമീറ്ററോളം വരും. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ വരാനായിട്ട് എളുപ്പമെന്ന് വെച്ചാൽ, ഇപ്പം മൈസൂർ റോഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ രാജരാജേശ്വരി കോളേജിൻ്റെ അവിടെ നിന്ന് അകത്തോട്ടുള്ള റോഡിൽ, അതായത് ദൊഡ്ഡാൽമര റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. അത് ശരിക്കും ഈ ആൽമരത്തിൻ്റെ പേര് തന്നെയാണ്, ദൊഡ്ഡാൽമര. അങ്ങോട്ടുള്ള റോഡിൽ ഒരു 8 കിലോമീറ്റർ വരികയാണെങ്കിൽ നമുക്ക് ഈ ദൊഡ്ഡാൽമര കിട്ടും. അതുപോലെ തന്നെ മാഗടി റോഡിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് തവരക്കര വന്നിട്ട് തവരക്കരയിൽ നിന്ന് അകത്തേക്ക് ദൊഡ്ഡാൽമര റോഡ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു 15 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ദൊഡ്ഡാൽമര കിട്ടും. ശരിക്കും നമുക്കൊരു അവധിയൊക്കെ ഉള്ള ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അടിപൊളി ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, നല്ല തണവാണ് നമുക്ക് അതിൻ്റെ അടിയിൽ. അതിനൊക്കെ നമുക്ക് നല്ല മൈൻഡ് ഫ്രഷ് ആവും. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടെ വന്നാലേ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ അടിയിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക തണുപ്പും അത് കണക്കന്നെ നല്ല ഒരു ഭയങ്കര റിലാക്സേഷനുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല ഒന്ന് ചെറുതായിട്ട് നടക്കാം. പിന്നെ ഈ ആൽമരത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ആൽമരത്തിന്. അതായത് 1700 കാലഘട്ടങ്ങളിലാണ് ഇത് വെച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യം ഒരു മരമായിട്ടാണ് നിന്നത്. അതായത് ഇത് കണക്ക് പടർന്നൊന്നും നിന്നിട്ടില്ലായിരുന്നു. ഇത് 2000-ൽ ഇതിൻ്റെ മെയിൻ വേരിന് എന്തോ തകരാറ് സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ എന്തോ അസുഖം വന്നിട്ടാണ് ഇങ്ങനെ ഇത് സ്പ്രെഡായി പല പല മരങ്ങൾ പോലെ കാണുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു വേരിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാം സ്പ്രെഡായിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ നിറയെ ഭാഗങ്ങളിൽ ഇത് പൊടിഞ്ഞ് നാശമായി തുടങ്ങുന്നുണ്ട്. അതായത് പല ഭാഗങ്ങളിലും പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. അതുപോലെ പല സ്ഥലങ്ങളിലേക്കൊക്കെ വളഞ്ഞ് നിൽക്കുന്നതൊക്കെ അത് ഉണങ്ങി കരിഞ്ഞ്, അതായത് പൊടിഞ്ഞ് വീഴാറായി നിൽക്കുകയാണ്. ശരിക്കും നല്ലൊരു കാശ് ചിലവാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു മരത്തിനെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിറയെ കുരങ്ങന്മാരാണ്. ഇത് കണ്ടില്ലേ? ശരിക്കും നമുക്ക് തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൻ്റെ സമ്മേളനം വല്ലതും, അത്രയ്ക്ക് കുരങ്ങന്മാരുണ്ട്. നമുക്കത് നല്ല രീതിക്ക് കാണാൻ പറ്റും. അതായത് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റില്ല. മുകളിൽ ഫുള്ള് മരത്തിൻ്റെ എല്ലാം മുകളിൽ ആവശ്യം പോലെ കുരങ്ങന്മാരാണ്. ഫുള്ള് ഇവരുടെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും എന്ന് വെച്ചാൽ നമുക്ക് നല്ല കിളികളുടെ സൗണ്ട്, അതേപോലെ തന്നെ കുരങ്ങന്മാരുടെ സൗണ്ട്, പിന്നെ കുരങ്ങന്മാരുടെ വിളയാട്ടം, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മെയിൻ കാര്യങ്ങൾ. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നടക്കാനൊക്കെ നല്ല മടിയുള്ളവരാണെങ്കിൽ ശരിക്കും നമ്മൾ പോലും അറിയാതെ കുറച്ച് ദൂരം നമ്മളിവിടെ വന്നാൽ നടന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇതിനകത്ത് കയറി ശരിക്കും റൗണ്ട് അടിച്ച് വരുമ്പോൾ നല്ലൊരു ദൂരം നമ്മൾ നടന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ആ ക്ഷീണവും അറിയില്ല ശരിക്കും നമുക്ക്. അതായത് നടക്കാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ 100% ഇവിടെ വരുന്നത് നല്ലതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നവംബർ, ഡിസംബർ, ജാനുവരി ആ സമയങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഫുൾ ഫോഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. അതിനൊക്കെ കാണാനും അതിനൊക്കെ നമുക്ക് ഇതിന് ചുറ്റും നടക്കാനും ഒക്കെ അടിപൊളിയാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഈ ദൊഡ്ഡാൽമര കാണാനായിട്ട് ഏറ്റവും ബെറ്റർ ടൈം അതാണെന്ന് തോന്നുന്നു. അതായത് നവംബർ, ഡിസംബർ, ജാനുവരി ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഫീലാണ് ശരിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെ നിറയെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അതിലൊന്നാണ് മഞ്ചുബല്ലെ ഡാം. ഇവിടുന്ന് 9 കിലോമീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മഞ്ചുബല്ലെ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട്. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ അതും കാണാം. അത് കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കുറേ ഉണങ്ങി കരിഞ്ഞ് ദ്രവിച്ചൊക്കെ നിൽപ്പുണ്ടെന്ന്, അതാണ് ആ കാണിച്ചത്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് പറഞ്ഞാൽ കുരങ്ങന്മാരെ സൂക്ഷിക്കുക. അത് കണക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കുന്നത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം, കാര്യം അവർ വന്ന് ആക്രമിക്കും. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് നിറയെ ഫുഡുകൾ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണിത്. പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും അകത്തോട്ട് കൊണ്ടുവരരുത്. അത് കണക്ക് തന്നെ നമ്മൾ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് വൃത്തിയാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഒരു പൊടി പോലും ഇല്ല, ആ രീതിക്ക് വൃത്തിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്കൊന്ന് തുപ്പാനോ അല്ലെങ്കിൽ
ഒരു വേസ്റ്റ് ഇടാനോ ഒന്നും തോന്നത്തില്ല. അപ്പം അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഇടാതെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. കാരണം പക്ഷേ ഇത്രയും നല്ല വൃത്തിയുള്ളിടത്ത് നമ്മൾ അതേ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ പാർക്കിനകത്ത് അല്ലെങ്കിൽ ഈ ആൽമരത്തിൻ്റെ താഴെ നിറയെ ചെയർ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇരിക്കാവുന്നതാണ്. പക്ഷേ അതിൽ കയറി നിൽക്കാനോ അല്ലെങ്കിൽ കിടന്നുറങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലോഡല്ല. അപ്പോൾ നമ്മളത് സൂക്ഷിക്കുക. വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങാനൊന്നും ശ്രമിക്കരുത്. ഞാൻ വന്ന സമയത്ത് എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആളവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ അവർ വിസിലടിച്ചു. അവർ പറഞ്ഞു ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പാടില്ലെന്ന്. അതാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം. ശരിക്കും എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ പോലും നല്ല രീതിക്കാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് എൻട്രി ഫീ ഒക്കെ കൊടുത്ത് നമ്മൾ കയറുന്ന പാർക്കിനെക്കാട്ടി നല്ല വൃത്തി കാര്യങ്ങൾ, അതിനൊക്കെ നിറയെ സ്റ്റാഫുകൾ, സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടാണ് ഗവൺമെൻറ് ഈ പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആൽമരത്തിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിലൊരു രക്ഷയില്ല. അതുപോലെ തന്നെ നമുക്ക് ബസ് മാർഗം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരാം. ശരിക്കും 2 റൂട്ടിൽ നിന്ന് നമുക്ക് ബസ്സിൽ വരാം. നിറയെ ബസ്സുകൾ ഈ റൂട്ടിൽ പോകുന്നുണ്ട്. നമുക്ക് കെങ്കേരിയിൽ നിന്നും ഡയറക്റ്റ് ബസ്സിലൂടെ വരാം. അതേപോലെ തന്നെ നമുക്ക് തവരക്കരയിൽ നിന്ന്, അതായത് മാഗടി റോഡ് തവരക്കരയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ്സിലൂടെ വരാം. ഈ 2 റൂട്ടിൽ നിന്നും നിറയെ ബസ്സുകൾ ഇതുവഴി പോകുന്നുണ്ട്. ശരിക്കും നമുക്ക് ദൊഡ്ഡാൽമരം ബസ്സിൽ വരാൻ എളുപ്പമാർഗ്ഗമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ ആൽമരമാണ്, നമ്മൾ 3 ഏക്കറിൽ ഒരു ആൽമരമാണ്. ഇതെല്ലാം ആണെങ്കിലും ഇത് ഇന്ത്യയിൽ 6ാം സ്ഥാനക്കാരനാണ്. അതായത് ഇതിലും വലിയ 5 ആൽമരങ്ങൾ ഇന്ത്യയിൽ വേറെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കയറി വരുന്ന അവിടെ തന്നെ ഒരു കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആൽമരത്തിൻ്റെ പ്രത്യേകതകളും ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ ആ കല്ലിൽ നോക്കിയിട്ട് വേണം അകത്തോട്ട് കയറി വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വലിയ ആൽമരത്തിൻ്റെ, അതായത് ദൊഡ്ഡാൽമരത്തിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിൽ, അതേപോലെ തന്നെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ ഒരു 500-ൽ കൂടുതൽ നഴ്സറികളുള്ളൊരു ഏരിയ ആണിത്. നിങ്ങൾ വരുവാണെങ്കിൽ ശരിക്കും അതും കണ്ട് നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് ചെടികളോ കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അതും മേടിച്ചിട്ട് പോകാം. ഈ ഏരിയയിലെ നഴ്സറികളെ പറ്റിയിട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നഴ്സറികളെ പറ്റിയിട്ട് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഈ ഏരിയയിലെ നഴ്സറികളെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് താഴെ ചെടികളുടെ ലോകം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ട്. അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏരിയയിലെ നഴ്സറികളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദൊഡ്ഡാൽമരത്തിൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നഴ്സറികളുടെ വിശേഷങ്ങൾ. നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ബൈ 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 ബൈ.